ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അഞ്ജു ടോക്സ് മണി. ഇന്ന് നമുക്ക് ഒരു കഥ കേട്ടാലോ? അതും ഒരു മണി മാനേജ്മെന്റ് കഥ. കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് അത് അവസാനം വരെ നിങ്ങളൊന്ന് കേൾക്കണം. നമ്മുടെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് റൊണാൾഡും റിച്ചർഡുമാണ്. റൊണാൾഡ് ഒരു സാധാരണ ജോലി ചെയ്യുന്ന വ്യക്തിയും എന്നാൽ റിച്ചർഡ് ഒരു ധനികനുമായിരുന്നു. റൊണാൾഡ് ഒരു പെട്രോൾ പമ്പിലാണ് ജോലി ചെയ്തിരുന്നതെന്ന്. ഒരു സാധാരണ ജീവിതം നയിച്ചിരുന്ന ആള്. പഴയ കാറ്, ചെറിയൊരു വീട്, സാധാരണ രീതിയിലുള്ള വസ്ത്രധാരണം, ചെലവൊക്കെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി. എന്നാൽ റിച്ചർഡോ ഒരു ഫൈനാൻഷ്യൽ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ്. അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ആഡംബര ജീവിതം, വലിയ വീട്, കാറുകള്, സ്റ്റാഫുകള്, ഒരു പാർട്ടി ലൈഫ് തന്നെ. നമ്മുടെ കഥാപാത്രമായ റൊണാൾഡ് 2014 മരിച്ചു. അദ്ദേഹം മരിച്ചപ്പം ആളുകളെല്ലാവരും അത്ഭുതപ്പെട്ടു. നിങ്ങൾ വിചാരിക്കും, ഒരാൾ മരിച്ചപ്പോൾ ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു, ഇവളെന്ത് തേങ്ങയാ പറയുന്നതെന്ന്. അതെ, എല്ലാവരും അത്ഭുതപ്പെടാൻ വേണ്ടി ഒരു കാരണമുണ്ട്. അദ്ദേഹം മരിച്ചപ്പം അയാളുടെ സ്വത്തെന്ന് പറയുന്നത് $8 ദശലക്ഷം ആയിരുന്നു. എന്നാൽ നമ്മുടെ റിച്ചർഡിന് എന്ത് പറ്റി? റിച്ചർഡിന്റെ ലക്ഷറി ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി റിച്ചർഡ് കുറെ പണം ബോറോ ചെയ്തു. എന്നുവെച്ചാൽ കടം വായ്പകളും ഒക്കെ വാങ്ങിയിട്ടാണ് ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2008 ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മുടെ റിച്ചർഡ് ബാങ്ക്രപ്റ്റായി. ധാരാളം സമ്പത്ത് ഉണ്ടായിട്ടും സാമ്പത്തിക അറിവുണ്ടായിട്ടും തക്ക രീതിയിൽ പണം കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് റിച്ചർഡിന് ഇത് സംഭവിച്ചത്. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? സാമ്പത്തിക വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ അറിവല്ല, അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ പെരുമാറ്റമാണ് നിർണായകം. കഥയിലെ ട്വിസ്റ്റ് എന്താണെന്നല്ലേ അടുത്ത ചോദ്യം. ഈ കഥയിൽ ഞാൻ പറഞ്ഞ റിച്ചർഡും റൊണാൾഡും എൻ്റെ സാങ്കല്പിക കഥാപാത്രങ്ങളൊന്നും അല്ല, അവരൊക്കെ റിയൽ ലൈഫ് ഹീറോസ് ആണ്. റിച്ചർഡ് ഫോസ്കോൺ ആൻഡ് റൊണാൾഡ് റെഡ്. നിങ്ങൾ ഇതിനെപ്പറ്റി ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അവരെ കാണാൻ പറ്റും. അപ്പം ഇപ്പൊ പറ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ റിച്ചർഡ് ആണോ അതോ റൊണാൾഡ് ആണോ? കമന്റ് ബിലോ. സോ ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കാനും മണി മാനേജ്മെന്റിനെ പറ്റി കൂടുതൽ പഠിക്കാനും വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ പ്രസ് ദ ബെൽ ഐക്കൺ. സോ ലെറ്റ്സ് മേക്ക് മണി, talk simple, smart, maybe even a little fun. So I'm Anju here, and here we talk money.